ഹായ് ഗൈസ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ മുഴുവൻ തിയറീസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇത്. സോ വേഗം കാര്യത്തിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ടോപ്പിക് വൈസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഇലക്ട്രിക്കും അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പൊട്ടൻഷ്യൽ. ഇത് രണ്ടാണ്, നമ്മളത് പഠിക്കും. അടുത്തത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. പിന്നീട് ഡൈപോളിനെ കുറിച്ച് നമ്മൾ ചാപ്റ്റർ 1 പഠിച്ചതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ നമ്മൾ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും ഡിസ്കസ് ചെയ്യും. അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ പോളാറും നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ കപ്പാസിറ്റൻസ് ഡിസ്കസ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ടോപ്പിക്ക് ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ ഞാൻ എടുത്തു. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അയാളുടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഔട്ട്വേർഡ് ഇങ്ങനെ വരച്ചു. അത് നമുക്ക് ഇങ്ങനെ വരച്ച് എവിടെ വരെ വരയ്ക്കാം? ഇൻഫിനിറ്റി വരെ വരയ്ക്കാം. എത്ര ദൂരം പോയാലും കുഴപ്പമില്ല. ഇനി ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റ് ഒരു പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പി എന്ന് പറഞ്ഞ പോയിന്റ് ആർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ടെസ്റ്റ് ചാർജ്, അതാരാ Q0 ആണ് നമ്മൾ എടുക്കുക. ആ Q0നെ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് വളരെ പതുക്കെ ഞാനൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് വളരെ പതുക്കെ നീക്കി എവിടെ എത്തിച്ചു? നമ്മളിതാ ഈ പി എന്ന് പറഞ്ഞ നമ്മുടെ ആർ ഡിസ്റ്റൻസുള്ള പോയിന്റിൽ എത്തിച്ചു വിചാരിക്കുക. ഇതൊക്കെയാണോ? എങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. മക്കളെ നോക്കിക്കോ, അയാളെ ഇവിടെ ഞാൻ എത്തിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാളൊരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യപ്പെടും? സ്റ്റോർ ചെയ്യപ്പെടും. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. ക്ലിയർ ആണോ? നോക്ക്, ക്ലിയർ അല്ലേ? എങ്കിൽ അതിനൊരു എക്സ്പ്രഷൻ വേണ്ടേ? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിനെ യു എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരാൻ ഞാൻ ഈ ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്ത വർക്കില്ലേ, ആ വർക്ക് തന്നെയാണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുക. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഡെഫിനേഷൻ എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് ടു ബ്രിങ് ഒരു ടെസ്റ്റ് ചാർജ് എവിടെ നിന്ന്? ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ആണല്ലോ. ഓൺ ഇലക്ട്രിക് ഫീൽഡ്. അതിപ്പോൾ ഞാൻ ഈ Q0ക്ക് വരെ എനിക്ക് വേറെ ആരെ വേണേലും കൊണ്ടുവരാം. കൺസെപ്റ്റ് കിട്ടിയോ? അപ്പോൾ അതാ ഡെഫിനീഷൻ ആയിട്ട് നമ്മുടെ വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദാറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇയാൾ സ്വാഭാവികമായിട്ട് ഇയാൾ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇനി ഇയാളുടെ എക്സ്പ്രഷൻ അല്ലേ, വളരെ സിമ്പിളാണ്. പൊട്ടൻഷ്യൽ എനർജിക്ക് യു ആണ് കൊടുക്കുക, പൊട്ടൻഷ്യലിന് വി ആ കൊടുക്കുക. അത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വർക്ക് ഡൺ ടു ബ്രിങ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി ഇയാൾക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, അയാൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അത് നമ്മൾ ഈ വൺ ഷോട്ടിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഇതുവരെ ചോദിക്കാറുമില്ല. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, കെ ഇൻറ്റു നമ്മളെ ചാർജ് ആരാ? Q. ഇനി കൊണ്ടുവന്ന ചാർജ് ആരാ? Q0. അപ്പോൾ Q ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. അതിന് സ്ക്വയർ ഇല്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ക്വയർ ഇല്ല. ഇനി ഇയാളുടെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ ആയിരിക്കും ഇയാളുടെ യൂണിറ്റ്, കാരണം പൊട്ടൻഷ്യൽ എനർജിയാണ്. കൺസെപ്റ്റ് സെറ്റ് അല്ലേ? എങ്കിൽ എന്താണ് ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ പഠിച്ച പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ, ആ പൊട്ടൻഷ്യൽ എനർജിനെ ആ കൊണ്ടുവന്ന ചാർജ് ആരാ? Q0. അയാളോട് ഡിവൈഡ് ചെയ്താൽ മതി. Q0 ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടും, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് വരിക? നേരത്തെ പറഞ്ഞ അതേ വർക്ക് തന്നെയാണ്. അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളൂ? ആ Q0 ആ കൊണ്ടുവന്ന ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്കതിനെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് ചാർജ് എന്ന് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ അതാ സെയിം ഡെഫിനേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ദ എന്താണ്? വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലോ, അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് മെൻഷൻ ചെയ്താൽ മതി. ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് റിപ്പൾഷൻ. അവിടെ റിപ്പൾഷൻ ഉണ്ടാവുമല്ലോ.
അപ്പോൾ ഇതാണ് ഇയാളുടെ എക്സ്പ്രഷന്. ഇനി നമുക്ക് ഇയാളെ എങ്ങനെ എഴുതാം? ഒരു പോയിന്റ് ചാർജിൻ്റെ കേസിൽ ഇയാളുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ ഇവിടെ എഴുതിയ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? ആ Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ Q0 വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് എഴുതാം, ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ V = K × Q / R എന്ന് പറഞ്ഞെഴുതാം. ഇനി ഇയാളുടെ യൂണിറ്റ് ഒക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇയാളുടെ യൂണിറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊട്ടൻഷ്യൽ എനർജിൻ്റെ യൂണിറ്റ് എന്താ? ജൂളാണ്. ഡിവൈഡഡ് ബൈ Q0 ചാർജ് അല്ലേ, ജൂൾ പെർ കൂളോംബ് ആണ്. അല്ലെങ്കിൽ ഇയാളെ നമ്മൾ വോൾട്ട് എന്ന് വിളിക്കും കേട്ടോ, വോൾട്ട് V എന്ന് വിളിക്കും. സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും ഇവിടെ പഠിക്കേണ്ടതുള്ളൂ. നിങ്ങൾ ആ ഡെറിവേഷൻസും ഇൻ്റഗ്രേഷൻ കണ്ട് പേടിക്കേണ്ട, ഇത് നിങ്ങൾ ഓക്കെ ആക്കാം. ഇനി ന്യൂമറിക്കൽ ചോദ്യങ്ങൾ ഇവിടുന്ന് വരാറുണ്ട്. കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P. ഒരു പോയിന്റ് പിയിലുള്ള പൊട്ടൻഷ്യൽ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അതാ V ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഡ്യൂ ടു എ ചാർജ്, ഒരു സിംഗിൾ ചാർജ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? K × Q / R എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഇനി ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതിൻ്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാ ചോദ്യത്തിലും നമുക്ക് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തില്ലെങ്കിൽ Kൻ്റെ വാല്യൂ നമ്മൾ എന്താ സാധാരണ എടുക്കാറ്? ചാപ്റ്റർ നമ്പർ 1 പഠിച്ച പോലെ Kൻ്റെ വാല്യൂ നമ്മൾ 9 × 10⁹ എടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ 9 × 10⁹ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്താൽ മതി, നോ പ്രോബ്ലംസ്. എങ്കിൽ എന്ത് ചെയ്തോ? ബാക്കി മൾട്ടിപ്ലൈ ചെയ്തോ. ചാർജ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 4 × 10⁻⁹ ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ എത്രയാ? 9 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ആകുമ്പോൾ -2 വരും. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. ഇവിടെ 9 കട്ട് ചെയ്ത് പോയി, 10⁹ 10⁻⁻9 കട്ട് ചെയ്ത് പോയി. ആൻഡ് ഇത് സോൾവ് ചെയ്യുമ്പോൾ 400 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. യൂണിറ്റ് നിങ്ങൾ എഴുതണം വോൾട്ട്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈസി അല്ലേ? ഒന്ന് ലൈക്ക് അടിക്കാത്തവർ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇഷ്ടപ്പെട്ട് തുടങ്ങിയെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണം. എങ്കിൽ ഗ്രാഫിക്കലി ഷോ ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജ് എന്ന് ചോദിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഒരു പോയിന്റ് ചാർജിന്. ഏത് ചാപ്റ്ററിൽ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ K × Q / R² എന്നും. ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യലിൻ്റെ കേസിൽ K × Q / R എന്നാണ്. ഓൾമോസ്റ്റ് സിമിലർ ആണ്. എന്നാൽ ഒരു താഴെ ഒരു R ആർക്ക് എക്സ്ട്രാ ഉണ്ട്? ഇക്ക് ഉണ്ട്. അപ്പോൾ ഈൻ്റെ കേസിൽ E പ്രൊപ്പോർഷണൽ ടു 1/R²ഉം V പ്രൊപ്പോർഷണൽ ടു 1/R ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒറ്റൊരു ഗ്രാഫിൽ വരയ്ക്കുന്ന ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ഇത് V വരച്ചു, V പ്രൊപ്പോർഷണൽ ടു 1/R വരച്ചു. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ? പ്രൊപ്പോർഷണൽ ടു 1/R². അപ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും? കുറച്ചും കൂടി സ്റ്റീപ്പായുള്ള സ്ലോപ്പ് ആയിരിക്കും ഇയാൾക്ക് ഇലക്ട്രിക് ഫീൽഡിന്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ യെല്ലോ ആയിരിക്കും. രണ്ടും കൂടി ഒരുമിച്ച് വരയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ തവണ ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്? ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ അല്ലേ? നിങ്ങൾ കണ്ടിട്ട് ഒരു R എക്സ്ട്രാ ഉണ്ട് അല്ലേ? വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം, V = V/R എന്ന് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ബെറ്റർ വേർഷൻ ഏതാ അറിയോ? ബെറ്റർ വേർഷൻ E = -dV/dR എന്നാണ് പറയാം. ഇതാണ് അതിൻ്റെ ബെറ്റർ വേർഷൻ. അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഈ -dV/dRനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നുള്ളൊരു വിളിപ്പേരുണ്ട്. നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ, കാരണം തിരിച്ചു ചോദ്യം വന്നാൽ നിങ്ങൾ പെട്ടുപോകരുത്. അപ്പോൾ E = -dV/dR. -dV/dRനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അതെന്തിന് ഈക്വലാണ്? ഇലക്ട്രിക് ഫീൽഡിന് ഈക്വലാണ്. 1 വേർഡ് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കായ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലോട്ട് കിടക്കാം. പേരിൽ തന്നെ ഉണ്ട് ഈക്വൽ പൊട്ടൻഷ്യൽ. അപ്പം മക്കളെ, ഞാനൊരു സർഫസ് എടുത്തു. ആ സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ് വിചാരിക്കുക. ഏത് പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ് എങ്കിൽ ആ സർഫസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ദ സർഫസ് ഓവർ വിച്ച് ദ പൊട്ടൻഷ്യൽ ഈസ് സെയിം ഈസ് കോൾഡ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പോയിന്റ് ചാർജിൻ്റെ ഒക്കെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ചാർജ് എടുക്കുന്നു. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ സെൻറ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സർക്കിൾ അല്ല, ആക്ച്വലി സ്പിയേഴ്സ്, നമുക്ക് സർക്കിളെ വരയ്ക്കാൻ പറ്റൂ.
എത്ര സർക്കിളാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലും ഇവരൊക്കെ എന്താണ്, സ്പിയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇയാളൊരു ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും, ഞാൻ വരച്ചിരിക്കുന്ന ഈ സ്പിയർ ഒരു ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഇനി ഇയാൾ എന്തായിരിക്കും, മറ്റൊരു ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു പോയിന്റ് ചാർജിന് അയാളെ സെൻറ്ററാക്കി വരയ്ക്കുന്ന സ്പിയേഴ്സ് എല്ലാം ഓരോരോ ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ആണ്. ഈസി അല്ലേ? എങ്കിൽ അടുത്തത് ചോദിക്കാറ് ഇക്വിപോട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. 3 ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് 4 തന്നു. ഓക്കെ, അപ്പോൾ മക്കളെ ഫസ്റ്റ് വൺ, ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപോട്ടൻഷ്യൽ സർഫസ്. അതായത് ഒരു ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ഇതാ ഇങ്ങനെയുണ്ട്, ഇതാ ഇങ്ങനെയാണ് നമ്മളൊരു ഇക്വിപോട്ടൻഷ്യൽ സർഫസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇക്വിപോട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുള്ളൂ. അപ്പോൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പഠിച്ചല്ലോ? എങ്കിൽ രണ്ടാമത്തത്, ടു ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ക്യാൻ നെവർ ഇന്റർസെക്ട് അഥവാ മീറ്റ് ചെയ്യോ? ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് മീറ്റ് ചെയ്യില്ലല്ലോ. സെയിം റീസൺ, ഇലക്ട്രിക് ഫീൽഡ് മീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സെയിം റീസൺ നിങ്ങൾ ഇവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. എങ്കിൽ മൂന്നാമത്തെ പോയിന്റ്, ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? പരസ്പരം പാരലൽ ആയിട്ട് ഈക്വൽ സ്പേസിങ്ങിലാണ് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുക. ഇങ്ങനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇങ്ങനെ നോർമലായിട്ട് ഞാൻ ഏത് സർഫസ് വെച്ചാലും ഇവരൊക്കെ ഓരോരോ ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും പോലും. ആയിരിക്കും. അപ്പം ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എനി പ്ലെയിൻ നോർമൽ ടു ദ ഫീൽഡ് ഡയറക്ഷൻ ഈസ് ആൻ ഇക്വിപോട്ടൻഷ്യൽ സർഫസ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓൺ ഇക്വിപോട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഞാനൊരു ഇക്വിപോട്ടൻഷ്യൽ സർഫസ് എടുത്തു. അപ്പോൾ ഈ സർഫസിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഞാനൊരു ചാർജിനെ മൂവ് ചെയ്യാൻ എനിക്ക് യാതൊരു വർക്കും ചെയ്യേണ്ടതില്ല. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക്ക് ഡൈപോളിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു, ടോർക്ക് എക്സ്പീരിയൻസും പഠിച്ചു. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈപോളിൻ്റെ പൊട്ടൻഷ്യലും പഠിക്കും, പൊട്ടൻഷ്യൽ എനർജിയും പഠിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് ഡൈപോൾ എടുത്തു. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിൻ്റെ സെപ്പറേഷൻ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. ഇനി ഇയാളെ മിഡ് പോയിന്റിൽ നിന്ന് ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു പോയിന്റ് പി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കുന്നുണ്ട്. ശരി, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അപ്പോൾ അത് മെഷർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ വാല്യൂ നേരെ അങ്ങ് പഠിച്ചാൽ മതി. അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? വളരെ സിമ്പിളായിട്ട് ആലോചിക്കുക. ഇത് 6 ആണെങ്കിൽ ഇത് 6 ഉണ്ടാവുമോ? ഇല്ല, കുറച്ച് കുറവായിരിക്കും. എത്ര കുറവാണ് ഉണ്ടാവുക? എ കോസ് തീറ്റ കുറവ്. അപ്പോൾ അത് മൈനസ് ചെയ്താൽ എ കോസ് തീറ്റ നമ്മൾ മൈനസ് ചെയ്താൽ ആർ മൈനസ് എ കോസ് തീറ്റ. സിമിലർലി ഈ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇത് 6നേക്കാൾ കൂടുതലുണ്ടാവുമല്ലോ. എത്ര കൂടുതലുണ്ടാവും? എ കോസ് തീറ്റ. അങ്ങനെ പഠിച്ചോ. അപ്പോൾ ആർ പ്ലസ് എ കോസ് തീറ്റ. ക്ലിയർ അല്ലേ? എങ്കിൽ ബാക്കി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പോയിന്റ് പിയിലുള്ള പൊട്ടൻഷ്യൽ കാണാനാണ്. അപ്പോൾ ഇയാളുടെ പൊട്ടൻഷ്യൽ ആരൊക്കെ പൊട്ടൻഷ്യലിലെ സമ്മായിരിക്കും? ഈ ക്യൂ ചാർജിൻ്റെ പൊട്ടൻഷ്യലിൻ്റെയും മൈനസ് ക്യൂ ചാർജിൻ്റെ പൊട്ടൻഷ്യലിൻ്റെയും സമ്മായിരിക്കും. അപ്പം നമുക്ക് എഴുതാം, നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലിൻ്റെയും നെഗറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലിൻ്റെയും സമ്മായിരിക്കും. ഓക്കെ, വെക്ടർ ഒന്നുമില്ല, കാരണം ഇയാൾ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പം നെറ്റ് പൊട്ടൻഷ്യൽ ചെയ്തോളൂ ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ചാർജ് കാരണം ഇവിടെ ഉള്ളാവുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ കാണുക? വളരെ സിമ്പിൾ, കെ ഇൻറ്റു ചാർജ് ക്യൂ ആണ് ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് എത്രയാ? ആർ മൈനസ് എ കോസ് തീറ്റ എന്നാണ്. പ്ലസ് ഇനി മൈനസ് ക്യൂ കാരണം ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ എങ്ങനെ കാണുക? കെ ഇൻറ്റു ചാർജ് എത്രയാ? മൈനസ് ക്യൂ ആണ് ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് എത്രയാ? ആർ പ്ലസ് എ കോസ് തീറ്റ. റെഡി അല്ലേ? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കെ ഇൻറ്റു ക്യൂ ഞാൻ കോമൺ എടുക്കുന്നു. കെ ഇൻറ്റു ക്യൂ ഞാൻ കോമൺ എടുത്തു. ഇവിടെ ബാക്കി വരുന്നത് 1 ആണ്. താഴെ വരുന്നത് ആർ മൈനസ് എ കോസ് തീറ്റ എന്നായിരിക്കും. ഇവിടുത്തെ മൈനസ് ഇവിടെ ഞാൻ കൊടുക്കുന്നു. 1 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എ കോസ് തീറ്റ എന്ന് വരും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ നടുവിലുള്ള സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്കിപ്പ് ചെയ്യുന്നു. വെറുതെ സമയം കളയണ്ട. നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വരാൻ പോകുന്നത് കെ ഇൻറ്റു ക്യൂ, ബാക്കി വരുന്നത് കോസ് 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ളൊരു വാല്യൂ വരും. ഇതാ നിങ്ങളിത് ചെയ്താൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ എന്തെങ്കിലും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നു.
ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ എന്ത് വരും? Q × 2A എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. Q × 2A എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച ഡൈപോൾ മൊമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ അതും കൂടി അവിടെ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഈ Q × 2Aക്ക് പകരം P എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? K അവിടെ ഉണ്ട്. ഇനി Q × 2Aക്ക് പകരം ആര് കൊടുക്കുന്നു? ഡൈപോൾ മൊമെൻ്റ് P കൊടുക്കുന്നു. കോസ് തീറ്റ വരുന്നു, താഴെ r² വരുന്നു. അപ്പോൾ ഇതായിരിക്കും ഡൈപോളിൻ്റെ എന്ത്? ഡൈപോളിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആക്സിയലും ഇക്വിറ്റോറിയൽ പോയിന്റാ. അത് രണ്ട് ആംഗിൾ കൊടുത്താൽ മതി. ആക്സിയൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനാണ്. ഈ ലൈനാണ് ആക്സിയൽ പോയിന്റ്. ആ ലൈനാകുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? cos 0 വരുന്ന സമയത്ത് വാല്യൂ 1 വരും. അപ്പോൾ KP / r² എന്ന് വരും. എന്നാൽ ഇക്വിറ്റോറിയൽ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും കേസ് വരിക? ആംഗിൾ എത്ര ആയിരിക്കും വരിക? നിങ്ങൾ നോക്കി നോക്കിയോ. ഇക്വിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഈ ലൈന് വരികയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ആയിരിക്കും. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 90 ഡിഗ്രി എന്ന് വരും. അപ്പോൾ V ഇക്വിറ്റോറിയലിൽ അവിടെ എന്ത് വരും? KP cos 90 വന്നിട്ട് 0 ആയിപ്പോൾ. സോ ഫൈനൽ ആൻസർ വിൽ ബി 0. ഇത് ചോദിക്കാറുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഡെറിവേഷൻ കൂടി ചോദിക്കാറുണ്ട് ഡൈപോളിൽ നിന്ന് തന്നെ. എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ചാപ്റ്റർ നമ്പർ 1 പഠിച്ചു. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഞാനൊരു ഡൈപോൾ വെച്ചാൽ ആ ഡൈപോൾ എന്ത് ചെയ്യും? ആ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചു. അയാളുടെ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. PE sin θ എന്ന് അല്ലേ? ഇനി ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കാണണം. പൊട്ടൻഷ്യൽ എനർജി കാണാൻ നിങ്ങൾ അതിൻ്റെ ഒരു തിയറി പഠിച്ചു വെച്ചോ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇയാൾ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറങ്ങാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് ഡൺ എന്ത് ചെയ്യും? ആ വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. വേർഡ്സിൽ എങ്ങനെ എഴുതാം? വർക്ക് ടു റൊട്ടേറ്റ് ഡൈപോൾ. ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആരിൽ സ്റ്റോർ ചെയ്യപ്പെടും? ഈ ഡൈപോളിൽ സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം. വളരെ ഷോർട്ട് സ്റ്റെപ്പിൽ പറഞ്ഞു തരാം. അപ്പോൾ കുഞ്ഞു വർക്ക് ഡൺ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? DW എഴുതുന്നു. ടോർക്ക് ടോ ഇൻറ്റു d∅ എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷനാണ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പോലെ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അതെന്നാണ് നമ്മൾ എഴുതിയത്. നമുക്ക് ടോട്ടൽ വർക്ക് കാണണമെങ്കിൽ ഞാൻ ഇയാളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ വർക്ക് കിട്ടും. അത് തന്നെയല്ലേ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഞാൻ ഇവിടെ U എന്ന് കൊടുത്തു. ഈസ് ഈക്വൽ ടു ടോർക്കിൻ്റെ വാല്യൂ നമുക്കറിയാം PE sin θ ആണ് ഇൻറ്റു d∅. അപ്പോൾ ഇതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തതല്ലേ? ആ സൈഡ് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി ഇൻറ്റഗ്രേറ്റ് ചെയ്തായിട്ട് കാണിക്കാം. ഇനി ഇവിടെ നമുക്ക് ആംഗിൾസ് ഒന്നും കൊടുക്കണ്ട. വളരെ സിമ്പിൾ ഡെറിവേഷൻ പഠിച്ചാൽ മതി. അപ്പോൾ ഈ കേസിൽ U ഈസ് ഈക്വൽ ടു Pയും Eയും കോൺസ്റ്റൻറ്റുകളാണ് അല്ലെ? യൂണിഫോം ആയതുകൊണ്ട് പുറത്തോട്ടിടാം. ബാക്കി വരുന്നത് ഇൻ്റഗ്രൽ sin θ d∅ എന്നാണ്. ഇൻ്റഗ്രൽ sin θ d∅ വാല്യൂ നിങ്ങൾ ഈ വർഷം പഠിക്കും. മൈനസ് കോസ് θ ആണ്. സോ ദാറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു P ഇൻറ്റു E ഇൻറ്റു മൈനസ് കോസ് θ. മൈനസ് ഞാൻ അവിടെ കൊടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓർ ഇയാൾ എനിക്ക് എങ്ങനെ എഴുതാം? -P.E എന്നും പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞതിൻ്റെ ഡെറിവേഷൻ. സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ വരും. ഒന്നാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. എന്താണ് ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം? എന്താണ് ഈ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് ചോദിക്കും. വളരെ സിമ്പിളാണ്. രണ്ട് ആംഗിൾസ് പഠിച്ചാൽ മതി. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇങ്ങോട്ടുണ്ട്. ആരാണ് ഈ P? ആരാണ് ഈ P? P എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റാ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ സൈൻ എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് ഡൈപോൾ മൊമെൻറ്റ് Pയുടെ ഡയറക്ഷൻ. ഇപ്പോൾ രണ്ടുപേരും നമ്മളുടെ ആംഗിൾ എത്രയാ? 0 ഡിഗ്രി. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 0 ഡിഗ്രിയാണ്. ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും പാരൽ ആകുമ്പോഴാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുക. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കണ്ടുവെക്കുക. -PE
കോസ് 0 വരും. കോസ് 0ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ദാറ്റ് ഈസ് -PE. ഇതായിരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ ഉള്ള ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇനി എപ്പോഴാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇതാ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടുണ്ട്, ഇവിടെ ഞാൻ ചാർജസ് തിരിച്ചാ വെച്ചേ. അപ്പോൾ എവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് എന്തുണ്ടാവുക? ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുക എപ്പോഴും മൈനസിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ്. റെഡി. ഇപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ എത്ര? ഇപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി. അതായത് ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ കേസാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ ഞാൻ കണ്ടുവെക്കുന്നു, -PE × cos 180 വരും. cos 180ൻ്റെ വാല്യൂ -1 ആ മൈനസും കൂടി പ്ലസ് ആയി മാറും. സോ U = +PE എന്നായി മാറും. ആൻഡ് ദാറ്റ് വിൽ ബി ദ മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി മിനിമം ഉള്ളതിന് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നും, ആംഗിൾ 0 ആണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ ആംഗിൾ 180 ആണ്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. ദാറ്റ്സ് ഇറ്റ്. ആ ടോപ്പിക്കും കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് എത്തി. പോളാർ മോളിക്യൂളും പോളാർ ഡൈലക്ട്രിക്സും നോൺ പോളാർ ഡൈലക്ട്രിക്സും എന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുതരാം മക്കളെ. ഈ ഡൈ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ദേ ആർ ഇൻസുലേറ്റേഴ്സ് ആയുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡൈ ഇലക്ട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇൻസുലേറ്റർ ആണ് പഠിച്ചു വെക്കുക. അതിൻ്റെ അകത്ത് തന്നെ പോളാറും നോൺ പോളാറും ഉണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ച സെയിം പോളാറും നോൺ പോളാറും. അതായത് പോളാർ ഡൈലക്ട്രിക്സ് ആണെങ്കിൽ, അതായത് പോളാർ ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ അവർക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ HClൻ്റെ കേസിൽ അറിയാം, ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൊണ്ട് ക്ലോറിൻ്റെ മുകളിൽ ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ്റെ മുകളിൽ ചെറിയൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. സോ ബേസിക്കലി ഇവരെന്താണ്? ഇവരെ ചാർജസ് സെപ്പറേറ്റഡ് ആണ്. ഇവരെന്താണ്? ഒരു ഡൈപോള് പോലെ ആയിട്ട് ആക്ട് ചെയ്യും. ഒരു ഇൻഡിവിജ്വൽ മോളിക്യൂൾ ഒരു ഡൈപോള് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരാണ് പോളാർ ഡൈലക്ട്രിക്സ്. എക്സാമ്പിൾ H2O, HCl, കാർബൺ മോണോക്സൈഡ്. ഇനി നോൺ പോളാർ ഡൈലക്ട്രിക്സ് ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ O2ൻ്റെ കേസിലൊക്കെ എന്താ നിങ്ങൾക്ക് അറിയാം അല്ലേ? അവിടെയൊക്കെ ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ സെപ്പറേഷൻ ഒന്നുമില്ല, അവരൊക്കെ ഒരുമിച്ചുള്ളത്. അപ്പോൾ അതൊരു പെർമനൻറ്റ് ഡൈപോൾ ആയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇയാൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡൈപോൾ ഇൻഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. പെർമനൻ്റ് ആയിട്ട് ഇവരാണോ? അല്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നോൺ പോളാർ ഡൈലക്ട്രിക്സ്. എക്സാമ്പിൾ O2, H2, N2 പോലുള്ളവരൊക്കെ നോൺ പോളാർ ഡൈലക്ട്രിക്സ് ആണ്. സെറ്റ് അല്ലേ? ഇനി ഇവിടെ നിന്നുള്ള മറ്റൊരു ചോദ്യം, ഇവരെ കണ്ടക്ടേഴ്സും അതേപോലെ ഡൈലക്ട്രിക്സും ഞാനൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കും? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഡൈലക്ട്രിക്സ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ചോദ്യമുണ്ട്. പഠിക്കാം. അതായത് ഞാനൊരു കണ്ടക്ടർ എടുത്തു മക്കളെ, ഒരു കണ്ടക്ടർ എടുത്തു. കണ്ടക്ടറിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, കണ്ടക്ടറിൻ്റെ ചാർജസ് ഒക്കെ എവിടെ ഉണ്ടാവുക? അതിൻ്റെ സർഫസിലേ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ ചാർജസ് സെപ്പറേറ്റഡ് ആണോ? അല്ല, ഉള്ളിൽ ചാർജസ് ഒക്കെ ഉണ്ടാവും. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ഒക്കെ ഉണ്ടാവും. ഇനി ഞാനൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഒരു പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ചാർജസിനൊക്കെ എന്ത് ചെയ്യും? ഒരു പോളറൈസേഷൻ സംഭവിക്കും. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ച അതേ പോളറൈസേഷൻ. അതായത് ഇതിൻ്റെ അകത്തുള്ള കണ്ടക്ടറിൻ്റെ അകത്തുള്ള നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നു? ഈ പോസിറ്റീവ് ചാർജസിൻ്റെ അടുത്തേക്ക് അട്രാക്ഷൻ വരും. ഓക്കെ, സിമിലർലി ഇതിൻ്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജസ് ഇവിടെ നെഗറ്റീവ് ചാർജസിന് അട്രാക്ഷൻ വരും. ദാറ്റ് മീൻസ് കണ്ടക്ടറിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജസ് ഒരു സൈഡിലും പോസിറ്റീവ് ചാർജസ് മറ്റൊരു സൈഡിലുമായി. അപ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ അകത്ത് പുതിയൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇതിൻ്റെ അകത്ത് കണ്ടക്ടറിൻ്റെ അകത്ത് പുതിയൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. എവിടുന്ന് അങ്ങോട്ട്? സാധാ പോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് എന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ അകത്തും ഉണ്ടാകുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്തുണ്ടാക്കുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡാണ്. എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിൻ്റെ അകത്തുണ്ടാവുന്നതല്ലേ? ആണ്. ഇനി ഒരു കാര്യം കൂടി പഠിച്ചോ. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ എത്ര ഇലക്ട്രിക് ഫീൽഡാണോ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യുന്നത് അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ അങ്ങോട്ട് എത്ര കൊടുത്തോ അത്ര തന്നെ ഇയാൾക്കും കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? കണ്ടക്ടേഴ്സിൻ്റെ അകത്തുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 0 ആയിരിക്കും. കാരണം എന്തായി പോവും?
രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. അങ്ങോട്ടുള്ള ആൾ ഇത് ഒപ്പോസ് ചെയ്യുന്നത്, അപ്പോൾ സീറോ ആയി പോകും. ഇതിനല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. എന്നാൽ ഒരു ഡൈ ഇലക്ട്രിക്സ് അഥവാ ഒരു ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ ഇങ്ങനെയല്ല വരിക. ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒക്കെയാണ്, പോളറൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഇതിൻ്റെ അകത്ത് ഇവിടെ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും, ഇവിടെ പോസിറ്റീവ് ചാർജസ് സെപ്പറേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിനെ അകത്തുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ കേസിൽ എപ്പോഴും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും നോട്ട് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കില്ല? ഇൻറ്റേർണൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആയിരിക്കില്ല. അതുകൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്തു പോവോ? നോ. ക്യാൻസൽ ഔട്ട് ചെയ്യോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ അതിൻ്റെ കയ്യിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഉള്ള പോലെ ഇൻസുലേറ്റേഴ്സിൻ്റെ അകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല, ഇതിൻ്റെ അകത്ത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. സെറ്റ് അല്ലേ? എങ്കിൽ അടുത്തത് വാട്ട് ഈസ് കപ്പാസിറ്റർ. മക്കളെ, ചാപ്റ്ററിന്റെ ഫൈനൽ ടോപ്പിക് എത്തി. ആരെങ്കിലും ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഒരു 5 പേർക്കെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും പ്രിസൈസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ്. What is capacitor? Very simple. It is a device used to store charges. What is it used for? Same purpose. Okay. What is the principle of capacitor? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ചാർജ്ഡ് കണ്ടക്ടർ എടുക്കുന്നു. ഒരു ചാർജ് ചെയ്ത കണ്ടക്ടർ എടുത്തു. ഒരു ചാർജ് ചെയ്ത കണ്ടക്ടർ ഞാനിങ്ങനെ എടുത്തു. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അയാളെ പരിസരത്ത് ടച്ച് ചെയ്യണ്ട. അയാളെ പരിസരത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? എർത്തഡ് ആയിട്ടുള്ള, അതായത് ഭൂമിയുമായി കണക്ട് ചെയ്ത മറ്റൊരു കണ്ടക്ടറെ കൊണ്ടുവച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും പോലും. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇവർ രണ്ടുപേരും എന്തായി? ഒരു ടോട്ടൽ കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. വെൻ എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് നിയർ ആൻ എർത്തഡ് കണ്ടക്ടർ, ഇറ്റ്സ് കപ്പാസിറ്റൻസ് ഇൻക്രീസസ്. അതായത് ഇവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റായി ഇത്ര എഴുതിയാൽ മതിയേ. എങ്കിൽ വാട്ട് ഈസ് കപ്പാസിറ്റൻസ് എന്നില്ലേ? കപ്പാസിറ്റൻസ് അതായത് മക്കളെ, ഞാനൊരു കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടർ ഞാൻ കുറച്ച് ചാർജ് എന്ത് ചെയ്തു? കൊടുത്തു. സ്വാഭാവികമായിട്ട് അയാളുടെ പൊട്ടൻഷ്യൽ കൂടി. അപ്പം നമുക്ക് എഴുതാം Q. നമ്മൾ കൊടുത്ത ചാർജിൻ്റെ സമയം കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ നമുക്ക് എഴുതാം Q ഈസ് ഈക്വൽ ടു Q പ്രൊപ്പോർഷണൽ ടു V ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. C എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. അപ്പോൾ ആ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q/V അല്ലേ മക്കളെ? ആണ്. അപ്പോൾ അതൊരു റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ? നമ്മൾ കൊടുത്ത ചാർജ് ഡിവൈഡഡ് ബൈ അവിടുത്തെ എത്രയാണോ പൊട്ടൻഷ്യൽ കൂടിയത്. സോ റേഷ്യോ ബിറ്റ്വീൻ ചാർജ് ഗിവൺ ടു എ കണ്ടക്ടർ ടു ദ റൈസ് ഇൻ പൊട്ടൻഷ്യൽ. സെറ്റ് അല്ലേ? ഇനി അതിൻ്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് യൂണിറ്റ് വേണമെങ്കിൽ എഴുതാം. ചാർജിൻ്റെ യൂണിറ്റ് എന്താ? ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്, പൊട്ടൻഷ്യൽ അത് വോൾട്ടാണ്. കൂളം പെർ വോൾട്ട് എന്ന് പറയും. അയാളുടെ വേറെ പേരാണെന്ത്? ഫാരഡ് എന്നാണ് അയാൾ SI യൂണിറ്റ്. F ആണ് സിമ്പിൾ വരുന്നത്. എങ്കിൽ ഇവിടുത്തെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ആരുണ്ട്? കപ്പാസിറ്റർ ഉണ്ട്. അയാളുടെ പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതിൻ്റെ ഡെറിവേഷൻ ഷുവർ. അപ്പോൾ അത് ഡിറൈവ് ചെയ്യുമെങ്കിൽ ഫിഗർ വരയ്ക്കണം. നിങ്ങൾ രണ്ട് പരസ്പരം പാരലൽ ആയുള്ള രണ്ട് പ്ലേറ്റ്സ് വരയ്ക്കാം. രണ്ടുപേരുടെയും ഏരിയ സെയിം ആണ്. ഒരാൾക്ക് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തു, മറ്റേ ആൾക്ക് നെഗറ്റീവ് ചാർജ് കൊടുത്തു. അവർക്കിടയിലുള്ള സെപ്പറേഷൻ D ആണ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി ചാപ്റ്റർ നമ്പർ 1 പഠിച്ച ചാർജ് ഡെൻസിറ്റി സിഗ്മ പ്ലസ് സിഗ്മയും ഇയാളെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയായിരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് അങ്ങോട്ടുണ്ടാവുക? നിങ്ങൾക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് എന്തുണ്ടാവും? ഇതുപോലെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. ആൻഡ് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എത്ര ആയിരിക്കും? ഇവർക്കിടയിൽ ചാപ്റ്റർ നമ്പർ 1 നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. σ/ε0 എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇവർക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? σ/ε0. റെഡി. ഇനി നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? C ഈസ് ഈക്വൽ ടു Q/V എന്ന് പറഞ്ഞ ഒറിജിനൽ ഇക്വേഷൻ എടുക്കുന്നു. റെഡി. ഇവിടെ രണ്ട് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ Q എന്നുള്ളതിന് പകരം നമുക്ക് സിഗ്മ ഇൻറ്റു A എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ബേസിക്കലി സിഗ്മ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ A എന്നാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ Q ഈസ് ഈക്വൽ ടു σ/A എന്നും. ഇനി താഴെ കാണുന്ന ഈ Vക്ക് നിങ്ങൾക്ക് E ഇൻറ്റു D എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങളിവിടെ കൊടുത്തേ പറ്റൂ.
കാണാതെ അങ്ങ് പഠിച്ചേക്ക്, വേറെ ഒരു ഓപ്ഷനും നമ്മളെ കയ്യിലില്ല. സോ ക്യൂവിന് പകരം നമ്മൾ സിഗ്മ ഇൻറ്റു എ എന്നും വിക്ക് പകരം ഇ ഇൻറ്റു ഡി എന്നും കൊടുക്കുന്നു. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടി കൊടുക്കണം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ കണ്ടുവച്ചിട്ടില്ലേ, ഇൻ്റെ സിഗ്മ ബൈ എപ്സിലോൺ 0, അതും കൂടി കൊടുത്തേക്ക്, ഫൈനൽ ആൻസറായി. സോ സിഗ്മ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഇക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ആരൊക്കെ ക്യാൻസലായി പോകും? ഈ സിഗ്മയും ക്യാൻസൽ ആവും, എപ്സിലോൺ 0 മുകളിലോട്ട് പോകും. സോ ഫൈനൽ ആൻസർ ഇറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. എപ്സിലോൺ 0 എ ബൈ ഡി എന്നായി. ഇനി ഇവിടെ തന്നെ ചോദിക്കും, ഇവർക്കിടയിൽ വാട്ട് ഹാപ്പൻസ് വെൻ ഡൈഇലക്ട്രിക് സ്ലാബ്, അതായത് ഒരു ഇൻസുലേറ്ററിനെ ഞാൻ എന്ത് ചെയ്തു, ഇവർക്കിടയിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തു വിചാരിക്കും. ഒരു ഇൻസുലേറ്ററിനെ, അതായത് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ഒരു ഇൻസുലേറ്ററിനെ ഇവർക്കിടയിൽ ഞാൻ അങ്ങനെ ഫില്ല് ചെയ്തു വിചാരിക്കും. അയാളുടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അതായത് ആ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾ അങ്ങോട്ട് എഴുതി വെക്കുക. അവിടുത്തെ കപ്പാസിറ്റൻസിനൊരു മാറ്റം വരും, കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി ആവും. അവിടെയുള്ള ആ കെൻ്റെ പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പോലും. ആൻഡ് ഒരു കാര്യം കൂടി എഴുതി വെക്കുക, കപ്പാസിറ്റൻസ് ഇയാൾ വെക്കാത്തതിനേക്കാൾ എന്തായാലും ഇവിടെ കൂടും. ഇയാളെ വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഇവിടെ ഉണ്ടാവുന്ന ചോദ്യം, ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. നടുവിൽ ആരെ വെച്ചാൽ മതി? ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇക്വേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു മെത്തേഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് ഡൈഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ സ്ലാബ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. രണ്ടാമത്തത് എന്താ? ഈ ഇക്വേഷനിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ ഇയാൾ കൂടും, ആൻഡ് ഡിസ്റ്റൻസ് സെപ്പറേഷൻ കുറച്ച് കഴിഞ്ഞാൽ അവിടെ കപ്പാസിറ്റൻസ് കൂടും. സോ ബൈ ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് പ്ലേറ്റ്സ് ആൻഡ് ബൈ ഡിക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കപ്പാസിറ്റൻസ് കൂട്ടാൻ പറ്റും. എങ്കിൽ പിടിച്ചോ, അടുത്തത് ഇത് ഷുവറാണ്. നിങ്ങൾക്ക് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കപ്പാസിറ്റേഴ്സിനെ അറേഞ്ച് ചെയ്താലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുണ്ട്. നമുക്ക് ആദ്യം സീരീസ് കാണാം. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മറ്റേത് കമ്പയർ ചെയ്താൽ മതി കേട്ടോ. 3 സീരീസ് ആയി വെച്ചു, C1 C2 C3. അപ്പോൾ ഒരു ഫിഗറൊക്കെ വരയ്ക്കാം, എന്നിട്ട് നിങ്ങൾ എഴുതി വെക്കാം. ഇത് മസ്റ്റായിട്ട് പഠിക്കേണ്ട തിയറിയാണ്. സീരീസ് ആണോ നിങ്ങൾ എഴുതി വെക്കുക. അവർക്കെല്ലാവർക്കും സെയിം ചാർജ് ആയിരിക്കും, ആൻഡ് ഓരോരോ കപ്പാസിറ്ററിൻ്റെയും അക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം ചാർജ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പം ഞാൻ ഇവിടെ എത്ര ചാർജാണോ കൊടുക്കുന്നത് അതേ ചാർജ് ആയിരിക്കും C1ഉം C2ഉം C3 ഒക്കെ ചാർജ് ആവുക. അപ്പോൾ Q1 Q2 Q3 ഇതുണ്ട. എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? പൊട്ടൻഷ്യലാണ്. ഞാനിവിടെ V എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ കൊടുത്താൽ ഇവിടെ അതിന് അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V1 ആയിരിക്കും, ഇതിന് അക്രോസ് ഉള്ള V2 ആയിരിക്കും, ഇതിന് അക്രോസ് ഉള്ള V3 ആയിരിക്കും. ഇനി എങ്ങനെ എഴുതുക? എന്താണോ ഡിഫറെൻറ്റ് അതാണ് സമ്മായിട്ട് എഴുതാം. അതായത് നമ്മൾ കൊടുത്തത് V ആണ്, ആ V എന്തായിട്ട് പോവുകയാണ്? V1 ആയിട്ടും V2 ആയിട്ടും V3 ആയിട്ടൊക്കെ പോവുകയാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇതാണ് ഇവിടുത്തെ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഇവരെല്ലാവർക്കും പകരം ഒറ്റൊരു കപ്പാസിറ്റർ ഞാൻ അവിടെ വെച്ചിരുന്നെങ്കിൽ അയാളുടെ കപ്പാസിറ്റൻസിനെ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്ത ചാർജ് എത്ര? Q, ആൻഡ് കൊടുത്ത പൊട്ടൻഷ്യൽ എത്ര? V. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റുക? V ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റുക. V ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C എഫക്റ്റീവ്നെസ് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് V1നെ എങ്ങനെ എഴുതാൻ പറ്റും? V1നെ Q ഡിവൈഡഡ് ബൈ C1 എന്നും Q ഡിവൈഡഡ് ബൈ C1 എന്ന് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ആളെ Q ഡിവൈഡഡ് ബൈ C2 എന്ന് എഴുതാൻ പറ്റും. മൂന്നാമത്തെ ആളെ Q ഡിവൈഡഡ് ബൈ C3 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ആര് ക്യാൻസൽ ആക്കാൻ പറ്റും? എല്ലാ ടേമിലും Q ഉണ്ട്. Q ക്യാൻസൽ, ആൻഡ് ഫൈനൽ ആൻസർ 1/C എഫക്റ്റീവ്നെസ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. സോ സീരീസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ആൻഡ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് കപ്പാസിറ്റൻസ് ഡിഗ്രീസ് ആണ് ചെയ്യുക കേട്ടോ, കപ്പാസിറ്റൻസ് കുറയാണ് ചെയ്യുക. റെസിസ്റ്റേഴ്സിൻ്റെ കേസിലാണ് സീരീസ് ആയി കണക്ട് ചെയ്താൽ കൂടുക എഫക്റ്റീവ് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്താൽ കുറയാണ് ചെയ്യുക. ഇനി പാരലൽ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. പാരലൽ ഇതിനോട് നേരെ ഓപ്പോസിറ്റ് എടുക്ക്, സെയിം ചാർജ് ഉള്ളത് നേരെ ഓപ്പോസിറ്റ് എടുക്ക്. ഇവിടെ എന്തായിരിക്കും? സെയിം പാരലൽ ആകുമ്പോൾ സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ പാരലൽ ആകുമ്പോൾ സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും, ഡിഫറെൻറ്റ് ചാർജ് ആയിരിക്കും. നിങ്ങൾ പഠിച്ചു വെക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാല്യൂസ് കൊടുത്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ചാർജ് Q, പൊട്ടൻഷ്യൽ V ആണ്. ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C, എഫക്റ്റീവ് എനർജി. എല്ലാവർക്കും പകരം ഉണ്ടാകുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിചാരിക്കും. അപ്പോൾ ഇതേ പൊട്ടൻഷ്യൽ അല്ലേ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവുക? ആരാ ഡിഫറെൻ്റ് ഉണ്ടാവുക? ചാർജാണ്. അപ്പോൾ Q1 Q2
Q3. എന്താണോ ഡിഫറെൻ്റ് അവരാണ് നമ്മൾ സമ്മായിട്ട് ചെയ്താൽ. അപ്പോൾ ടോട്ടലായി നമ്മൾ കൊടുത്ത ചാർജ് Q1 Q2 Q3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതങ്ങ് സം ചെയ്തേക്ക് Q1 + Q2 + Q3. അപ്പോൾ ഇത് ടോട്ടൽ നമ്മൾ കൊടുത്ത ചാർജാണ്. അതെങ്ങനെ കാണാൻ പറ്റും? C effectiveness × V. അപ്പോൾ C effectiveness × V is equal to C1V + C2V + C3V. ആര് ക്യാൻസൽ ആവും? എല്ലാ ടേമിലും V ഉണ്ട്. V ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ you will get C effectiveness is equal to C1 + C2 + C3 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ആൻഡ് പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. സെറ്റല്ലേ? കഴിഞ്ഞടാ. ഇനി അടുത്തത് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഉണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻ ഇൻ്റഗ്രേഷൻ വെച്ചുള്ള ഡെറിവേഷൻ ഡിലീറ്റഡ് ആണെന്ന് NCERT-യിലുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു ഇക്വേഷൻ പഠിക്കുക. റൈറ്റ് എക്സ്പ്രഷൻ ഫോർ എന്ത് എനർജി അറിയോ? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ മാത്രം പഠിക്കുക. ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. U is equal to ½ Q × V എന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q is equal to C × V എന്നുള്ള ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ Qക്ക് പകരം CV അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ½ അവിടെ ഉണ്ടാവും. Qന് പകരം ആര് വരുന്നു? CV വരുന്നു. ഒരു V കൂടി വരുമ്പോൾ CV² എന്ന ഇക്വേഷൻ കിട്ടി. 2 ഇക്വേഷനായി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് തന്നെ V is equal to Q/C എന്നുള്ള ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ½ ഞാൻ എഴുതുന്നു, Q ഞാൻ അതേപോലെ എഴുതുന്നു, Vക്ക് പകരം ആര് എഴുതുന്നു? Q/C. അപ്പോൾ Q വരുന്ന സമയത്ത് ഇവിടെ Q² / C. അപ്പോൾ ഈ 3 ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ്. ഇതാ 12 പൈക്കോഫാരഡ്. ഇത് നിങ്ങൾ താഴെ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ട് പോയാൽ മതി. കമൻറ്റ് ചെയ്യാതെ ആരും ഇവിടുന്ന് പോകണ്ട. കമൻറ്റ് ചെയ്തിട്ട് പോയാൽ ഇതുവരെ കണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ ചെയ്ത് നോക്കണം. നാളെ ചെയ്യൂലേ നിങ്ങൾ. 12 picofarad capacitor is connected to 50 volt battery. How much electrostatic energy is stored in capacitor? ഏത് ഇക്വേഷൻ ചെയ്യണം നിങ്ങൾ നോക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഡ്രോ QV ഗ്രാഫ് ഓഫ് എ കപ്പാസിറ്റർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. QV ഗ്രാഫ് ഉണ്ട്. ഇതാ ഒരു Q വേഴ്സസ് V ഗ്രാഫ് ഞാൻ വരച്ചു നോക്കി. ഇതാ ഒരു കപ്പാസിറ്ററിൻ്റെ Q വേഴ്സസ് V ഗ്രാഫ്. Q വേഴ്സസ് V ഗ്രാഫ് ഞാൻ എടുത്തു. അപ്പോൾ അവരുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ Q പ്രൊപ്പോർഷണൽ ടു V ആയതുകൊണ്ട് തന്നെ ആൻഡ് ദാറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇയാളുടെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ Y/X അല്ലേ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? Q/V ആണ്. Q/V എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഒരു QV ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ യു വിൽ ഗെറ്റ് കപ്പാസിറ്റൻസ്. ഇനി ഇയാളെ താഴെയുള്ള ഏരിയ, ഇതിൻ്റെ താഴെയുള്ള ഏരിയ അണ്ടർ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്നും കൂടി ജസ്റ്റ് പഠിച്ചു വെക്ക്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കൂടുതൽ വീഡിയോസ് വേണമെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. സോ നന്നായിട്ട് പഠിക്കുക.